യൗമു അറഫയുടെ ദിവസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നന്നായി കുളിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, മിനയിലാണല്ലോ യൗമു അറഫയുടെ പ്രഭാതത്തിൽ ഫജ്റിൻ്റെ സന്ദർഭത്തിൽ നാം ഉണ്ടാവുക സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതിൽ സുന്നത്തായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് മിനയിൽ നിന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയെ ലക്ഷ്യമാക്കി പുറപ്പെടുക, എന്നിട്ട് സവാലിന് മുമ്പ് അഥവാ ലുഹറിന് മുമ്പായിക്കൊണ്ട് അറഫയുടെ പരിസരത്തെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെമിറ എന്ന് പറയുന്ന സ്ഥലത്താണ് തമ്പടിച്ചത്. അപ്പോൾ ആ നിലക്ക് സൂര്യൻ ഉദിച്ച ശേഷം അറഫയിലേക്ക് പോകൽ സുന്നത്താണ്. പിന്നീടുള്ളത് അറഫയിൽ വെച്ചുള്ള ഖുത്ബ. ആ ഖുത്ബയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സുന്നത്താണ്, ഖൈറാണ്, നിർബന്ധമല്ല. നാലാമത്, ലുഹറും അസറും ജംഉം ഖസ്റുമായി ജംഉ തഖ്ദീം എന്നാണ് അതിന് പറയുക. എന്ന് പറഞ്ഞാൽ ലുഹറിൻ്റെ സമയത്ത് തന്നെ അസറും നമസ്കരിക്കുക. 2 റക്അത്ത് ലുഹർ, 2 റക്അത്ത് അസർ. അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് ധാരാളമായി ദിക്റുകളും ദുആകളും തൽബിയത്തും യൗമു അറഫയിൽ ചൊല്ലുക എന്നുള്ളത്. അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും അഫ്ളലായ ദുആ യൗമു അറഫയുടെ ദുആ ആണ്. ധാരാളമായി ദുആ ചെയ്യുക, ഈ ലോകത്തിലെ ഖൈറിന് വേണ്ടിയും അതോടൊപ്പം പരലോകത്തിലെ ഖൈറിന് വേണ്ടിയും, രണ്ടിനു വേണ്ടിയും ദുആ ചെയ്യുക. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേപോലെ തന്നെ മറ്റു നബിമാരൊക്കെ ധാരാളം വർദ്ധിപ്പിച്ച, അറഫയുടെ ദിവസം വർദ്ധിപ്പിച്ച ദിക്റാണത്. ഈ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അറഫയിൽ മഗ്രിബ് വരെ നിൽക്കൽ വാജിബാണ്. മഗ്രിബ് വരെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മഗ്രിബും ഇശായും അവിടെ വെച്ച് നമസ്കരിക്കാതിരിക്കലാണ് സുന്നത്ത്. അതിനെ മുസ്ദലിഫയിലേക്ക് മാറ്റിവെക്കലാണ് പ്രവാചകചര്യ. ഇനി അവിടെ വെച്ച് നമസ്കരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ മഗ്രിബും ഇശാവും മുസ്ദലിഫയിലേക്ക് മാറ്റിവെക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോവൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ സക്കീനത്തും വഖാറും, അങ്ങേയറ്റം താഴ്മയോടുകൂടി, തിരക്ക് കൂട്ടാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സമാധാനത്തിൽ പോകണം. എന്നാൽ വേറെ ആരെയും ഉപദ്രവിക്കുകയില്ല എന്ന് തോന്നുന്ന, നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയമാണെങ്കിൽ സ്പീഡിൽ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയായിരുന്നു. എന്നാൽ ആളുകൾ കൂടുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ, സമാധാനത്തോടുകൂടി അപകടമില്ലാത്ത രൂപത്തിൽ നടന്നു നീങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞിരുന്നു, അയ്യുഹന്നാസ് അസ്സക്കീന അസ്സക്കീന, ജനങ്ങളെ സമാധാനം സമാധാനം, സാവകാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ തൽബിയത്ത് ധാരാളമായി ചൊല്ലുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്നുള്ള തൽബിയത്ത് ധാരാളമായി ചൊല്ലുക. അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ അറഫയിൽ നമ്മൾ പ്രത്യേകം പ്രാവർത്തികമാക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക.